അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജാണ്. ഇദ്ദേഹം ടൂറിസം വിങ്ങിലുള്ള CPO ആണ്. അപ്പോൾ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിങ് ചെയ്തിട്ട് ഇത് വീടാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും പുള്ളി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു. പുള്ളി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബിക്കോസ് അന്ന് വൈകിട്ടായിരുന്നു പുള്ളിയുടെ റിട്ടേൺ. അപ്പോൾ പുള്ളി ചോദിച്ചു, പോലീസിനെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി. അപ്പോൾ പുള്ളി കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു, നമ്മുടെ ജോജിൻ രാജിനടുത്ത് ഓഫർ ചെയ്തു. അപ്പോൾ ഒരു കട്ട് പൈസ ഉണ്ടായിരുന്നു, 500 രൂപയുടെ ഒരു കട്ട്. പിന്നെ പുള്ളി പറഞ്ഞു 1 സെക്കൻഡ് ഞാനിപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറെയും ടീമിയും ഉടനെ വിളിച്ചു. ഇവരെല്ലാവരും വന്നു. ഉടനെ തന്നെ ഈ അലക്സേജിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. സബ് ജയിൽ ട്രിവാൻഡ്രത്തിൽ റിമാൻഡിലായിരുന്നു. സോ ഇത് ബേസിക്കലി ഈ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ US ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് വെർജീനിയയിൽ ഒരു ക്രൈം കേസ് ഉണ്ട്. 125 CR 39 ആണ്. അപ്പോൾ പുള്ളിക്കെതിരെയുള്ള ചാർജസ് എന്താണെന്ന് നോക്കിയാൽ മണി ലോണ്ടറിങ്, കോൺസ്പിറസി ടു ഓപ്പറേറ്റ് അൺലൈസൻസ്ഡ് ബിസിനസ്. സോ ഈ പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അതിൻ്റെ പേര് ഗ്യാരൻടെക്സ് എന്നാണ്. അപ്പോൾ ഈ ഗ്യാരൻടെക്സിനകത്ത് നമുക്ക് US നോക്കിയാൽ ഈ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് വഴി ഇല്ലീഗൽ ബിസിനസ്സിൽ ഉള്ള സമ്പത്തിനെ ഈ ബിറ്റ്കോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ്, ഇറ്റ്സ് ബാൻഡ്. സോ അപ്പോൾ ഈ ഗ്യാരൻടെക്സ് എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസം വെയർ അറ്റാക്സ് ചെയ്യും. അതിൽ നിന്ന് വരുന്ന വരുമാനം, നാർക്കോട്ടിക് ഡീൽസിൽ നിന്ന് വരുന്ന വരുമാനം, ഈവൻ OSM ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം, ഈ വരുമാനമൊക്കെ കുറേ വലിയ കോർപ്പറേറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ. അപ്പോൾ ഇതുവരെ ഈ ഗ്യാരൻടെക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് 1,263 crores വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഈ ഗ്യാരൻടെക്സ് ക്രിപ്റ്റോ കറൻസിനകത്തുള്ളത്. ആൻഡ് ഓൾമോസ്റ്റ് 146 million US dollars ആണ്. അപ്പോൾ ഇത് 2020 നിന്ന് ഇപ്പോൾ ഇതുവരെ കണ്ടിന്യൂസ്ലി ഈ തട്ടിപ്പ് നടത്തിയായിരുന്നു. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് 2024 വരെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഈ പുള്ളി ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ സച്ച് എ ഹൈ പ്രൊഫൈൽ ക്രിമിനൽ. All I have to say is that our police officers did an amazing job, and I would like to congratulate each one of them. In fact, DG സാറും ADG LNO സാറും IG സാറും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു നല്ലൊരു ക്യാച്ച് CBI നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. ബട്ട് ആസ് എ ടീം ദറ്റ് വി വർ ഏബിൾ ടു ഡു ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. സോ സ്ഥിരമായി വർക്കല വരാറുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ പുള്ളി 1-2 മാസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ഇപ്പോഴും February 11th ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അന്നായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടി പുള്ളി തയ്യാറെടുത്തത്. യെസ് C ഫോം എല്ലാം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വാറണ്ട് ഉണ്ടായിരുന്നില്ല. വാറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ തന്നെ കിട്ടുമായിരുന്നു. സോ ഇത് US-ഉം ഇന്ത്യയും എക്സ്ട്രഡിഷൻ ട്രീറ്റി ഉണ്ട്. അപ്പോൾ US-ൻ്റെ വാറണ്ട് നമുക്ക് CBI ICPU എന്നൊരു യൂണിറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ കോപ്പറേഷൻ പോലീസ് യൂണിറ്റ്. അപ്പോൾ ആ CBI യൂണിറ്റിലേക്ക് ഈ വാറണ്ട് വന്നിട്ട് അതുവഴി നമുക്ക് കോടതിയിൽ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. C ഫോം ചെയ്തിട്ടുണ്ട്. C ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടെത്താൻ കഴിയും. സപ്പോസ് അങ്ങനെ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ, അങ്ങനെ മാറി താമസിക്കുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന്, ബിക്കോസ് ലക്ഷക്കണക്കിൽ ടൂറിസ്റ്റ് വരാറുണ്ട്. സോ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. ഇയാളും C ഫോം ഫിൽ ചെയ്തിട്ടുണ്ട്. അല്ല, വാർഡ് ഞാൻ പറയുന്നത് ഈ പർട്ടിക്കുലർ അഡ്രസ്സ്, ആ അഡ്രസ്സ് പഴയ നമ്പർ, ആ കറക്റ്റ് അഡ്രസ്സിൻ്റെ പഴയ നമ്പറാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റിവിഷൻ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അഡ്രസ്സ് മാറിയിട്ടില്ല. ആ അഡ്രസ്സിൻ്റെ ഷഫ്ലിംഗ് വർഷത്തോളം ചെയ്തതിൽ അങ്ങനെ മാറിയിട്ടുണ്ട്. പുള്ളിക്ക് സപ്പോർട്ടായിട്ടാണോ? ആക്ച്വലി ഇവർ വരുന്നത് എന്താ പറഞ്ഞാൽ, ഇവർ ഫാമിലി ആയിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ദിവസം മുമ്പാണ് വൈഫും 2 പെൺകുട്ടികളും അവർ തിരിച്ചു പോയത്. അപ്പോൾ ഇവർ വരുമ്പോൾ ഒറ്റയ്ക്കാണ് താമസം. അവർ വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാറില്ല. ഇവർക്ക് 2 വീലേഴ്സ് ഉണ്ട്. ആവശ്യമുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കുന്നു. വേറെ ആരുമായിട്ട് മിംഗ്ലിംഗ് ഇല്ലാണെന്ന് പറയുന്നത്. ഇവർക്ക് കാനറ ബാങ്കിൽ